ആരാധിച്ചിടാം എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ നോക്കുക. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പോകും. നിങ്ങൾ ഉറപ്പിച്ചു വെച്ചു, ആരും ഒറ്റയ്ക്ക് പോകുമെന്ന് വിചാരിക്കേണ്ട. ഒറ്റയ്ക്ക് പോകുമെന്ന് വിചാരിക്കേണ്ട. കാരണം നിങ്ങളെ ഏൽപ്പിച്ചവരുണ്ട്, നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്, അവരുടെ മേൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് സ്വർഗത്തിൽ പോകുമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചേനെ, സ്വർഗസ്ഥനായ എന്റെ പിതാവേ. നമ്മൾ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ലേ. ഇത് കൂട്ടായ്മയുടെ സമൂഹമാണ്. ഇത് കൈകോർത്ത് പിടിച്ച് നടക്കേണ്ട ജീവിതമാണ്. അതുകൊണ്ടാണ് മാമോദീസായിൽ നമ്മുടെ സീറോ മലബാർ ക്രമത്തിൽ ഒരു രീതിയുണ്ട്. ഒരു കുട്ടിയുടെ മാമോദീസായ്ക്ക് ഉപയോഗിച്ച എണ്ണയുടെ ബാക്കിയാണ് രണ്ടാമത്തെ കുട്ടിക്ക് ആനവാതിൽക്കൽ വെച്ച് നെറ്റിയിൽ പൂശി കൊടുക്കുന്നത്. അത് സാധനമില്ലാഞ്ഞിട്ടോ മിച്ചം പിടിച്ചു വെക്കുന്നതോ അല്ല, മറിച്ച് ഇതൊരു അടയാളമാണ്. കണ്ണിമുറിയാത്തൊരു ചങ്ങലയിലേക്ക് എന്റെ കുഞ്ഞെ നീ ചേർക്കപ്പെടുകയാണ്. ഇത് കൂട്ടായ്മയുടെ വിശ്വാസവേദിയാണ്, സഭാ കൂട്ടായ്മയാണ്. ഒറ്റയ്ക്കില്ല കേട്ടോ. ആരാധിച്ചിടാം